ഹായ്. അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് വരുന്ന അധിക മെസ്സേജുകളും ഈ നോൺ ക്ലിനിക്കൽ നഴ്സിംഗ് റോളിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ക്വയറീസ് ആണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ നോൺ ക്ലിനിക്കൽ നഴ്സിംഗ് റോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നെഗറ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഡീമെറിറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞുതരാം. അതിൽ എടുത്തു പറയാനുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡ്യൂട്ടി ടൈമിംഗ് ആണ്. ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ടൈമിംഗ് വരുന്നത് അധികവും 8 to 4 അല്ലെങ്കിൽ 9 to 5 അങ്ങനെയുള്ള ടൈമിംഗ് ആണ്. അതായത് ഒരാഴ്ചയിൽ നമ്മൾ 5 ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. മൺഡേ ടു ഫ്രൈഡേ ജോബ് ആയിരിക്കും അധിക റോളിലും ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു ദിവസം 7.5 hours ആണ് ഡ്യൂട്ടി ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 5 ദിവസം മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം, നമ്മൾ ഒരു ബെഡ് സൈഡ് ക്ലിനിക്കൽ റോളിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബെഡ് സൈഡ് നഴ്സിംഗ് റോളിലാണ് നിൽക്കുന്നതെങ്കിൽ സാധാരണ ഒരാഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്താൽ മതിയായിരിക്കും. 3 or 4 ദിവസം മാക്സിമം. കാരണം നമ്മൾ ഒരു ദിവസം തന്നെ 12 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ള 37.5 hours നമ്മൾ 3 ദിവസം വർക്ക് ചെയ്യുമ്പോഴേക്ക് തന്നെ കവർ ആവും. പക്ഷേ ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് റോളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഡെയിലി 7.5 hours ആണ് നമ്മുടെ ഡ്യൂട്ടി ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ 5 ദിവസം, അതും മൺഡേ ടു ഫ്രൈഡേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചിലപ്പം ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ ചൈൽഡ് കെയറും ഒക്കെ ഉള്ളവർക്ക് ചിലപ്പം ഇങ്ങനത്തെ ഡ്യൂട്ടി ടൈമിംഗ് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പോയിന്റ് നമ്പർ 2. അപ്പോൾ രണ്ടാമത്തെ കാര്യം സാലറിയാണ്. നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കൽ റോളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അധിക റോളുകളും ബാൻഡ് 6 അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടേക്കാണ് വരുന്നത്. നിങ്ങൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാൻഡ് 6 റോളിലേക്ക് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ബാൻഡ് 7, ബാൻഡ് 8 അങ്ങനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഈ ബാൻഡ് 6 ലെവലിലാണെങ്കിൽ പോലും നമ്മുടെ സാലറി നമ്മളൊരു ബെഡ് സൈഡ് ബാൻഡ് 6 നേഴ്സിൻ്റെത് കമ്പയർ ചെയ്യുമ്പം സ്ലൈറ്റ്ലി കുറവായിരിക്കും. അതായത് ബെഡ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ ബാൻഡ് 6 നേഴ്സിൻ്റെ, അതായത് ചാർജ് നേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ സാലറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് റോളിൽ നിൽക്കുന്ന നേഴ്സസിൻ്റെ സാലറി കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്കെൻഡും അതേപോലെ നൈറ്റ് ഷിഫ്റ്റും വരുന്നില്ല. എല്ലാം ഡേ ഷിഫ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ വീക്ക് ഡേയ്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആണ്. പബ്ലിക് ഹോളിഡേയ്സ്, വീക്കെൻഡ് അല്ലെങ്കിൽ നൈറ്റ് ഇതൊന്നും നമുക്ക് ഡ്യൂട്ടി വരാത്തത് കൊണ്ട് തന്നെ സാലറി റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് സാലറിയെ കുറിച്ച് ഒരുപാട് കൺസേൺ ആവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ലത് ബെഡ് സൈഡിൽ ബാൻഡ് 6 റോഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അതെല്ലാം സാലറിയേക്കാളും കൂടുതൽ പാഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് റോഡിലേക്ക് വരാവുന്നതാണ്. പിന്നെ ചിലവരുണ്ട് ഈ ഒരു സാലറി റേഞ്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് നഴ്സിൽ റോളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ഷിഫ്റ്റ്, വീക്കെൻഡിൽ ഒരു ഷിഫ്റ്റൊക്കെ ബാങ്ക് ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാലറി ബാലൻസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ആനുവൽ ലീവിൻ്റെ കാര്യമാണ്. നമുക്ക് എല്ലാ ട്രസ്റ്റിനും ഒരു ലീവ് പോളിസി ഉണ്ടാവും അല്ലേ? അപ്പം ആ ലീവ് പോളിസി അനുസരിച്ച്, ആനുവൽ ലീവ് പോളിസി അനുസരിച്ച് അധിക ട്രസ്റ്റും പറയാറ് ഒരു 2 വീക്സിൽ അല്ലെങ്കിൽ 3 വീക്സിൽ ലീവ് ഒന്നിച്ച് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ പോളിസിയിൽ അങ്ങനെ ഉണ്ടെങ്കിലും കൂടി അധിക പേർക്കും 3 വീക്സിലും കൂടുതൽ ലീവ് കിട്ടാറുണ്ട്. എല്ലാവരും ലീവ് ഒന്നിച്ചെടുത്ത് നാട്ടിൽ പോവുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അധിക പേരും ചെയ്യാറ് ആനുവൽ ലീവും അതിൻ്റെ കൂടെ കുറച്ച് ഓഫ് ഡേയ്സ് എല്ലാം കൂട്ടി 4 വീക്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലീവ് എടുത്തിട്ട് പോകുന്നവരുണ്ട്. അത് പോസിബിൾ ആണ് നമ്മുടെ ബെഡ് സൈഡ് നഴ്സിംഗിൽ നിൽക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഇതേപോലെ ഒരു ക്ലിനിക്കൽ ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സിൻ്റെ പോസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതേപോലെ ഒരു 3 വീക്സിലും കൂടുതൽ ലീവ് ഒന്നിച്ചെടുക്കുക എന്നുള്ളത് അധിക സമയത്തും പോസിബിൾ ആവുന്ന കാര്യമല്ല. കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യൽ നഴ്സിംഗ് റോളിൽ അധിക പേരുണ്ടാവില്ല വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ടീമിലാകെ 4-5 പേരൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ ഒരു ലോങ് ലീവിൽ പോകുമ്പോഴേക്ക് അത് കവർ ചെയ്യാൻ പറ്റാതെയാവും. വേറൊരു സ്റ്റാഫ് ഉണ്ടാവില്ല അത് കവർ ചെയ്യാൻ. പക്ഷേ നമ്മൾ ബെഡ് സൈഡ് നഴ്സിംഗ് റോളിലാണെങ്കിൽ ഒരുപാട് നഴ്സസ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ ലീവിൽ പോയാലും വേറൊരാളെ വെച്ച് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ഏജൻസി നഴ്സസിനെയൊക്കെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് പോസ്റ്റിൽ ഒരാളൊരു ലോങ് ലീവിൽ പോകുമ്പോഴേക്കും അത് കവർ ചെയ്യാൻ വേറൊരാളെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3 വീക്സിലൊക്കെ കൂടുതൽ ഒന്നിച്ച് ലീവ് റിക്വസ്റ്റ് ചെയ്താൽ അത് അപ്രൂവ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നിങ്ങളൊരു ബെഡ് സൈഡ് നഴ്സിംഗ് റോളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പം ഒന്നെങ്കിൽ ഡേ ഷിഫ്റ്റ് വേണമെങ്കിൽ ഡേ ഷിഫ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് മേടിക്കാം, അല്ലെങ്കിൽ നൈറ്റാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് മേടിക്കാം. നൈറ്റും ഡേയും അല്ലാതെ ചില സ്പെഷ്യൽ ടൈമിങ്സ് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ചിലപ്പം 1 o'clock മുതൽ നൈറ്റ് 1 വരെ അല്ലെങ്കിൽ 12 to 12 വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ വേറൊരു നേഴ്സുമായിട്ട് നമ്മുടെ ഡ്യൂട്ടി സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ബെഡ് സൈഡിൽ നിൽക്കുമ്പോൾ പൊതുവേ ഉണ്ട്.
നമുക്ക് സ്വാപ്പ് ചെയ്ത് നമുക്ക് ലീവ് എടുത്തിട്ട് അവരുടെ ഷിഫ്റ്റ് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം വേറൊരു ദിവസം. അങ്ങനത്തെ പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കൽ നഴ്സിംഗ് റോളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഒന്നാമത് നമുക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അല്ല, നമുക്ക് ഫിക്സ്ഡ് ആണ്. നമുക്ക് മൺഡേ ടു ഫ്രൈഡേ 8 to 4 അല്ലെങ്കിൽ 9 to 5 ആയിരിക്കും വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു റോളിൽ വേറൊരാളെ വെച്ച് നമുക്ക് സ്വാപ്പ് ചെയ്യാനോ കവർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്വാപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് ലീവ് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാത്ത ഇങ്ങനെ സ്വാപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് റോളിൽ നിൽക്കുമ്പോഴേക്ക് നമുക്ക് ഉണ്ടാവില്ല. പിന്നെയുള്ള ഒരു കാര്യം ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷറിനെ കുറിച്ചാണ്. ഈ വർക്ക് പ്രഷർ എല്ലാ റോളിലും ഉള്ളതാണ്. അത് നമ്മൾ ബെഡ് സൈഡ് റോളിൽ നിൽക്കുകയാണെങ്കിലും വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും. പക്ഷേ സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് റോളിൽ നിൽക്കുമ്പോഴേക്കും നമ്മളിവിടെ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ബെഡ് സൈഡ് റോളിൽ നിൽക്കുമ്പം ഒരുപാട് നഴ്സസ് സെയിം ഷിഫ്റ്റിൽ തന്നെ ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് റോളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് അങ്ങനെ സപ്പോർട്ടിന് ഉണ്ടാവില്ല. നമ്മൾ അധിക കാര്യങ്ങളും ചെയ്യുന്നത് കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മളിങ്ങനെയുള്ള റോളിൽ ഇരിക്കുമ്പം നമ്മളധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നതൊക്കെ ഹോസ്പിറ്റലിൽ വലിയ വലിയ ഹയർ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുമായിട്ടായിരിക്കും. അതും ഒരു ചലഞ്ചാണ് ചില സമയത്ത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് എല്ലാം ഇവിടെ, ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം ഇവിടെ മാറ്റർ ചെയ്യും. കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പൊക്കെ നമ്മളൊരു ബെഡ് സൈഡ് നഴ്സിംഗ് റോളിലും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ് റോളിൽ ഇരിക്കുമ്പോഴേക്ക് ഇത് കുറച്ചും കൂടെ അധികം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാനിപ്പം നിയർലി 2 years ആയി ഇങ്ങനൊരു നോൺ ക്ലിനിക്കൽ റോളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നില്ല. പിന്നെ എന്തൊക്കെ ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡിമെറിറ്റ്സിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.